അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു അതിഥിയുണ്ട്, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണക്കാര്യം പറഞ്ഞ് വന്നതാണ് അദ്ദേഹത്തിനെ സഹായിക്കുക. അതുപോലെ തന്നെ വളരെ പ്രയാസമുള്ള ദിവസങ്ങളാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാസികളായ നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബങ്ങൾ വേണ്ടപ്പെട്ടവർ പ്രതിസന്ധികളിലാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് സമാധാനവും എല്ലാ പ്രശ്നങ്ങൾക്കൊരു പരിഹാരവും നൽകി അവർക്കൊരു പ്രശ്നങ്ങളിലും ഒരു പ്രയാസത്തിലും പെടുത്താതിരിക്കട്ടെ. അവരുടെ ആരോഗ്യത്തിന് വേണ്ടിയും ആയുസ്സിന് വേണ്ടിയും സാമ്പത്തികവും ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ ഉയർച്ചയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ട അനിവാര്യ ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പേരിൽ തന്നെ നമ്മുടെ ഫർദ് നാം നാസിലത്തിന്റെ കൊലത്ത് നമ്മൾ ഇശാക്ക് ഓതി. അതുപോലെ തന്നെ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും നമുക്ക് വേണ്ടപ്പെട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. ഇസ്ലാമിൻ്റെ എതിരിൽ പ്രവർത്തിക്കുന്ന, പരിശുദ്ധമാക്കപ്പെട്ട റമദാനെ പോലും മാനിക്കാതെ മുസ്ലിമീങ്ങൾക്കും പള്ളികൾക്കും ഇസ്ലാമിനെതിരിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തകർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇന്നിപ്പോൾ നമ്മൾ തറാവീഹ് നിസ്കരിച്ചു. ഇന്നത്തെ തറാവീഹിന്റെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ജാഅ യൗമൽ ഖിയാമ വ വജ്ഹുഹു കൽ ഖമരി ഫീ ലൈലത്തിൽ ബദർ. നാം മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തും പ്രതീക്ഷിച്ച് വർഷങ്ങളോളം കാലങ്ങളോളം കിടക്കണം. അങ്ങനെ ലോകാവസാനത്തിന് ശേഷം നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു സമയമാണ് മഹ്ശറ. ആ മഹ്ശറയിലേക്ക് ഓരോരുത്തരും ഖിയാമത്ത് നാളിന്റെ അന്ന് ലോകാവസാനം നമ്മുടെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ പലർക്കും പല രൂപങ്ങളായിരിക്കും, പല കോലങ്ങളായിരിക്കും. ചില ആളുകൾ പന്നിയുടെ രൂപത്തിലും കുരങ്ങിന്റെ രൂപത്തിലും, ചില ആളുകളുടെ മുഖത്ത് മാംസങ്ങളില്ലാതെ ശരീരത്തിൽ അസ്ഥി മാത്രമുള്ള രീതിയിലും വിരൂപിയായ രീതിയിലും കണ്ടാൽ വെറുക്കപ്പെടുന്ന രീതിയിലും ഇങ്ങനൊക്കെ പലരും ഖിയാമത്ത് നാളിലേക്ക് അഥവാ മഹ്ശറയിലേക്ക് യാത്ര പോകും. സ്വാലിഹീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ സ്വീകരിച്ച് കൊണ്ടുപോകാൻ വേണ്ടി അവർക്കുള്ള വാഹനങ്ങളും മലക്കുകളും കാവലുണ്ടാകും. എന്നാൽ ഇന്ന് തറാവീഹ് നമസ്കരിച്ചവൻ അവന്റെ ഖബറിൽ നിന്ന് അവൻ എഴുന്നേറ്റ് മഹ്ശറയിലേക്ക് പോകുമ്പോൾ വജ്ഹുഹു കൽ ഖമർ, അവന്റെ മുഖം ചന്ദ്രനെ പോലെ തിളങ്ങുമെന്ന്. എത്രത്തോളം ചന്ദ്രനെ എല്ലാവരും ഭംഗിയുടെ വിഷയത്തിൽ വർണ്ണിക്കുന്നുണ്ടോ, ഭംഗിയുടെ വിഷയത്തിൽ ചന്ദ്രൻ എന്തൊരു സ്ഥാനമാണോ അത്രയും ഭംഗി ഇന്ന് തറാവീഹ് നമസ്കരിച്ചവർക്ക് ഖിയാമത്ത് നാളിൽ പോകുമ്പോൾ ഉണ്ടാകും. അത് തന്നെ കൽ ഖമരി ഫീ ലൈലത്തിൽ ബദർ, 14 രാവിൽ ചന്ദ്രൻ ഉദിക്കുമ്പോൾ അതിനെന്ത് ഭംഗിയാണോ ആ ഭംഗി. സാധാ ചന്ദ്രനെ കുറിച്ചല്ല, 14 രാവിൽ ഉദിക്കുന്ന ചന്ദ്രന്റെ തിളക്കവും ആ ഭംഗിയും ഇന്ന് തറാവീഹ് നമസ്കരിച്ചവന്റെ മുഖത്ത് ഖിയാമത്ത് നാളിൽ റബ്ബിന്റെ മഹ്ശറയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുമെന്നാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.